അപ്പോൾ ഇനി നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ ഉള്ള കാരണം ഇവനുള്ള കാരണം കൊണ്ട് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ തീർക്കാൻ തരവില്ല, സമയമില്ല, നടക്കൂല. അപ്പോൾ പറ, വേഗം പറ. ചക്കക്കൂട്ടാൻ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ തൃശ്ശൂർ സ്റ്റൈലുള്ള ഒരു ചക്കക്കൂട്ടാനാണ്. അപ്പോൾ ഇടിയൻ ചക്കയാണ്. അപ്പോൾ ഇടിയൻ ചക്കക്കൂട്ടാൻ ചക്കക്കൂട്ടാനാണ്. അപ്പോൾ സമ്മതിക്കില്ല, ഇടിയൻ ചക്കക്കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്ത് ഈ തോലുവശമൊക്കെ ഉണ്ട്, ചെത്തി മിനുക്കി എടുക്കണം. അപ്പോൾ നമുക്ക് കണ്ടാലോ. അപ്പോൾ ഇതിൻ്റെ തോല് വെട്ടിയെടുക്കുക എന്നുള്ളത്, അതായത് പുറം ഭാഗം ചെത്തി എടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇവിടെ പശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൈമ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് ഇങ്ങനെ ഒരുങ്ങിയതിന് ശേഷം നമ്മളിത് ചെത്തിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ചെത്തിയെടുത്തത് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ നമ്മൾ എൻ്റെ അമ്മയൊക്കെ ചെറുപ്പത്തിൽ, അതായത് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയ്ക്ക് കാണിച്ച രീതിയാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലവർ ഇത് മൊത്തം മുറിച്ച് പീസാക്കി പുഴുങ്ങിയിട്ട് ഒരലിലോ അല്ലെങ്കിൽ മറ്റേ ഇടിക്കണ സാധനത്തിലോ ഇട്ട് ഇടിച്ചിട്ടാണ് ഇടിയൻ ചക്ക കൂട്ടാൻ ഉണ്ടാക്കണത്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നിരിക്കണത് എറണാകുളത്തേക്കാണ്. അപ്പോൾ എറണാകുളത്തൊക്കെ അങ്ങനെയാണ് ചെയ്യണ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എങ്ങനെ ഉണ്ടാക്കി അതേപോലെയാണ് കേട്ടോ ചെയ്യാൻ പോണത്. വീണ്ടും നമ്മൾ പേപ്പർ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ. ഇനി ഇങ്ങനൊരു പലകയും ഇങ്ങനൊരു പേപ്പർ വിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ വെച്ച് കൊത്തണം. വീട്ടിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊത്തി ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഫുള്ള് നമ്മളിങ്ങനെ കൊത്തില്ല. നല്ല സമയം എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ, നിസ്സാര പണിയൊന്നുമില്ല, നല്ല സമയം എടുക്കുന്ന പണിയാണ്. നമ്മളിങ്ങനെ കൊത്തി എടുക്കും. ഇത് ഫുള്ള് എടുക്കണമെങ്കിൽ ഫുള്ള് എടുക്കാം, അല്ലെങ്കിൽ പകുതി വരെ എടുക്കാം. ഞാനെന്തായാലും ഫുള്ള് എടുക്കുന്നുണ്ട്. വലിയ കത്തിയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് താഴെ ആഴത്തിലൊക്കെ മുറിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു രീതിയിലാണ് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ചെറുപ്പത്തിൽ ചെയ്ത് തന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ഇവരെ എന്നെ കളിയാക്കുമായിരുന്നു. ഇത് എന്നിട്ട് പരിപാടിയാണ് ഇങ്ങനെ കാട്ടണത്, ഇങ്ങനെയൊന്നല്ല ഇവിടെ ചെയ്യാൻ വേണ്ടത്. ശരിക്കും നമ്മൾ പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ് വരുന്ന സ്ഥലത്ത് നമ്മുടെ രീതിയിൽ വെക്കാനായിട്ട് ഇവർ സമ്മതിക്കാറില്ല കേട്ടോ. അപ്പോൾ അവരുടെ രീതിയിൽ എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ അവിടുത്തെ ഭാഷയും അതേപോലെ തന്നെ എൻ്റെ രീതികളും കണ്ടിട്ട് ഇങ്ങനെയൊന്നല്ല എന്നും പറഞ്ഞിട്ട് കുറെ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ അവരൊക്കെ. പക്ഷെ ഇപ്പൊക്കെ നമ്മളെ ഒന്ന് ഇപ്പൊ ഇങ്ങനെ വെക്കണ രീതി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വെക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു കേട്ടാ. അപ്പൊ ഇതിങ്ങനെ നമ്മളിങ്ങനെ വന്നു ഈ അരിഞ്ഞിട്ട് നമ്മളിതിങ്ങനെ ഇങ്ങനെ തന്നെ വീഴണം, കുഞ്ഞിതാക്കി അരിഞ്ഞ് വീഴണം കേട്ടാ. ഉണ്ടല്ലോ നമ്മളിങ്ങനെ അരിഞ്ഞു. അപ്പോൾ ഏറെ പരിശ്രമത്തിന് ശേഷം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനും ചെറുതാക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ചെടുത്തുള്ള ഞാൻ മുഴുവൻ
അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇത്രയും ബാക്കിയുണ്ട്, ഞാൻ അരിഞ്ഞെടുത്തിട്ടില്ല. അത് നമുക്ക് ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇതിപ്പോൾ പയർ ഞാൻ വേവിച്ച് വെച്ചേക്കുന്ന കേട്ടോ. അതായത് ഉണക്കപ്പയർ കുതിർക്കാണ്ട് ഡയറക്റ്റ് വേവിച്ച് വെച്ചേക്കുന്നത്. അപ്പം ഇതിലേക്ക് ഇത് നമ്മളിനി കഴുകണ പരിപാടിയൊന്നുമില്ല, ഡയറക്റ്റ് ഇതിലേക്ക് എടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ചിലവർക്ക് എങ്ങനെയൊന്നും ചെയ്യണത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ നമ്മളിതിൽ ഫുള്ള് ഇട്ടിട്ടുണ്ട്. വേണ്ട, ഇതിൽ ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓൾറെഡി ഞാൻ ഉപ്പിട്ടിട്ടുള്ള വെള്ളം അതിലുള്ളത് കൊണ്ട് ഇതിൽ ഒരിത്തിരി മഞ്ഞൾപ്പൊടി നമ്മളിങ്ങനെ തൂരി കൊടുക്കാം. എന്നിട്ട് കൂടിപ്പോയ ഒരു വിസിൽ അത് മതി. കാരണം ഓൾറെഡി പയർ വെന്ത് കിടക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ചക്ക വേവാനായിട്ട് ഒരു വിസിലിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. എന്നിട്ട് നിർത്തി വയ്ക്കാം. ഇതിലേക്ക് വറവിന് വേണ്ട സാധനങ്ങൾ നോക്കാം. അപ്പോൾ അതെ, ഇത്രയും വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെളുത്തുള്ളി കുറച്ചുകൂടി കൂടുതൽ എടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഇത്രയും ഉള്ളി, ഇത് ഓൾറെഡി ഞാൻ ഫ്രിഡ്ജിൽ നന്നാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയാണ്. അതെങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഉള്ളിയും ഇത്രയും വെളുത്തുള്ളിയാണ് നമുക്ക് ആവശ്യം. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ ചതച്ചെടുക്കാം. ഒക്കെ കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് ചതച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു പരുവത്തിൽ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്ര വേപ്പില. അപ്പോൾ അതേ നമ്മുടെ ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വിസിലടിച്ചാൽ മതി. ഇതാണ് പരുവം കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ വയ്ക്കും. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചട്ടിയാണ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ലോണം വെളിച്ചെണ്ണ വേണം കേട്ടോ. എനിക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഒഴിക്കും. എന്നിട്ട് വെളിച്ചെണ്ണ മൂത്ത് പാകമാവുമ്പോൾ നമ്മൾ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതൊരു കുഞ്ഞൊരു ഗോൾഡൻ കളറിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച മുളക് അല്ലെങ്കിൽ ഇടിച്ച മുളക് എന്നൊക്കെ പറയും, ആ സാധനം ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് ഈ മുളകിന് നല്ല എരിവാണ്, അതുകൊണ്ട് ഞാൻ ഇത്രയും ഇടുന്നുള്ളൂ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊരു എന്താ പറയുക, നല്ല ബ്രൗൺ കളറാകുമ്പോഴാണ് നമ്മൾ എന്ത് ചേർക്കേണ്ടത്, വേപ്പില ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഐറ്റം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് നന്നായി ഇളക്കി ഇതിലെ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പം നല്ല വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. എന്താ ഈ ഒരു പരിവാവണം നമ്മളിത് ഇറക്കി വയ്ക്കാൻ വേണ്ടേ. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ കുറച്ച് നേരം നമ്മളിത് ഇങ്ങനെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കാം. തൃശ്ശൂർ സ്പെഷ്യൽ ഇടിയങ്ങൾക്കാണ് കിട്ടാൻ കേട്ടോ. അപ്പം തൃശ്ശൂർക്കാർ കാണുമ്പോൾ ചെറിയ ഞങ്ങളിങ്ങനെയൊന്നുമല്ലല്ലോ വെക്കാറെന്ന് പറയും വിചാരിക്കും. ചിലപ്പോൾ എൻ്റെ വീട്ടിലേക്കിനാണ് വെക്കാറ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ രസം കൂടി ഉണ്ടെങ്കിൽ ചോറ്
ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചോറും കൂട്ടി രസം കൂട്ടി ഇതും കൂട്ടി തിന്നാനായിട്ട്. ഇല്ലെങ്കിൽ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഉച്ചക്കത്തെ അതല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ഞാനിതാണ് തിന്നുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടത്. അപ്പോൾ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ ഞാൻ ഇതൊക്കെയാണ് കഴിക്കാറ്. ചോറിൻ്റെ കൂടെ എന്നാലും ഇത് മാത്രമേ തിന്നുള്ളൂ, ചോറ് തിന്നില്ല ചിലപ്പോൾ. പക്ഷെ നല്ല രസമുള്ള സംഭവം. എൻ്റെ സ്പെഷ്യൽ ചക്കക്കൂട്ടാൻ കണ്ടില്ലേ, ഇടിയൻ ചക്കക്കൂട്ടാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ ഈ സാധനം തിന്നുകൊണ്ടിരുന്നു പറഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റാണ്. രസം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഒന്ന് പറയട്ടാ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണാം. ബൈ.